ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് നിത്യവിശ്വാസം അടിസ്ഥാനമാണെന്നും നിത്യവിശ്വാസം എല്ലാവരും ചൊല്ലണമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ സാംകുട്ടി പാസ്റ്റർ എന്ന് പറയുന്ന നമുക്കെല്ലാം അറിയാവുന്ന ഹല്ലേലൂയ പത്രവും അതുപോലെ തന്നെ ഹല്ലേലൂയ മാരേജ് ബ്യൂറോയും ഒക്കെയുള്ള അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ആ പ്രസ്താവനയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും അതിനൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു വ്യക്തി പാസ്റ്റർ റോണി കുഡ്സ് ആണ്. കാൻസാസ് സിറ്റിയിൽ ഞാൻ സ്ഥാപിച്ച ബാപ്റ്റിസ്റ്റ് സഭയിൽ ഞങ്ങൾ തൃത്വത്തെക്കുറിച്ച് ഒരു പഠന പരമ്പര നടത്തി. ആ പരമ്പരയുടെ ഭാഗമായിട്ട് നിത്യവിശ്വാസ പ്രമാണം ചൊല്ലുവാൻ തുടങ്ങി. ആ പരമ്പര അവസാനിച്ചതിന് ശേഷവും ഞങ്ങൾ ഇപ്പോഴും അത് തുടരുന്നു. അതുകൊണ്ട് തൃത്വത്തെക്കുറിച്ച് സംസാരിക്കുവാനും അതിന്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കാനും സഭ പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നു, ലിറ്റർജിക്കൽ തിയോളജിയുടെ രചയിതാവ് സൈമൺ, സഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ ഒരു കൂട്ടവും കൂട്ടായ്മയും മാത്രമായിരുന്നു. എന്നാൽ റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതം എന്ന പദവി ലഭിച്ചതോടെ ഓരോ മേഖലയിലും സഭ വളരെ പെട്ടെന്ന് വളരുവാൻ തുടങ്ങി. ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ജഡമെടുത്ത് മനുഷ്യനായി പൊന്തിയൂസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുഹിത പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്നവനുമായ യേശു മിശിഹ ആയ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇതാണ് വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണത്തിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഓരോ സഭകളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ചെറിയ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഈ കാര്യങ്ങൾ നിത്യവിശ്വാസ പ്രമാണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്ന് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെ വാദമുയർത്തിയ അപ്പൊ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. 2 വീഡിയോകളിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിക്യ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന വിശ്വാസമാണെന്നും അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തി, അതായത് ക്രിസ്ത്യാനികൾ പീഡനം അനുഭവിക്കുന്ന കാലത്ത് ആ സമയത്ത് അദ്ദേഹത്തിന് ആകാശത്തൊരു ദർശനമുണ്ടായി. അത് കുരിശാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബുക്സ് ഒക്കെ ഒരുപാട് എഴുതുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കാരണം മറ്റുള്ളവരെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് ചരിത്രത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. അദ്ദേഹം എഴുതിയ ചരിത്രത്തിലാണെങ്കിൽ ചക്രവർത്തി കണ്ടത് കുരിശാണെന്ന് അദ്ദേഹം പറയും. അതുകൊണ്ട് അന്ന് മുതലാണല്ലോ കുരിശിന്റെ ആരാധന തുടങ്ങുന്നത്. അപ്പൊ കുരിശായിരുന്നില്ല എന്ന് മറ്റ് നല്ല ചരിത്രകാരന്മാർ പറയുന്നത് പല പുസ്തകങ്ങളും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, യേശുക്രിസ്തുവിന്റെ നാമമാണ് ചക്രവർത്തി കണ്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷെ ഇദ്ദേഹത്തെ പോലുള്ളവർ ചരിത്രം എഴുതിയാൽ പറയും ചക്രവർത്തി കണ്ടത് കുരിശായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, കാരണം ബെന്തിക്കോസ് എന്ന് പറയുന്ന സമ്പ്രദായം തകർച്ചയുടെ വക്കിലാണ്. അതുകൊണ്ടാണ് പല ആളുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ 42 വർഷമൊക്കെ സേവനമനുഷ്ഠിച്ചവർ അതിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ഒത്തിരി പേര് അങ്ങനെ പുറത്തു പോയവരുണ്ട്.
അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമയങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു ബന്ദിക്കോസ് പ്രസ്ഥാനത്തിന് കാര്യമായ ആനുകൂല്യങ്ങളോ വലിയ ബഹുമതികളോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിക്കിയ എന്ന് പറയുന്ന എപ്പിസ്കോപ്പൽ സഭകളുടെ നിക്കിയ എടുക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചതിന്റെ ഒരു ബദലായ കാരണമാണ്. അതിനുവേണ്ടിയാണ് എല്ലാ ബന്ദിക്കോസുകാരെയും ഇപ്പോൾ അദ്ദേഹം വിളിച്ചു കൂട്ടുകയാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബിലൂടെ. കാരണം അദ്ദേഹത്തിന്റെ പല എഴുത്തുകളും പലർക്കും ഇഷ്ടമാണ്, അദ്ദേഹം പറയുന്നതൊക്കെയും പലർക്കും ഇഷ്ടമായതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് കാരണം പലരും അംഗീകരിച്ചതായിട്ടും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഈ നിക്കിയയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് നിക്കിയയെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പറയുമ്പോൾ നിക്കിയ എന്താണെന്ന് നമ്മൾ വായിക്കണം. സർവശക്തനായ പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ സത്യ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് നിക്കിയ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് തൃത്വത്തിന്റെ സന്തതിയാണ് ഈ പറയുന്ന നിക്കിയ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. പണ്ട് അരിയൂസ് കക്ഷികൾ പറഞ്ഞു യേശു വെറും മനുഷ്യനാണെന്നും ഒരു സൃഷ്ടിപ്പ് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് പ്രത്യേകമായിട്ട് നിക്കിയ തുടങ്ങണമെന്ന് അന്നത്തെ ആൾക്കാരെല്ലാം കൂടെ തീരുമാനിച്ചു. അതായത് അതിനുവേണ്ടി അലക്സാണ്ട്രയിലെ പിതാവോ അങ്ങനെ കുറെ തെർത്തുല്യൻ അങ്ങനെ കുറെ ആൾക്കാർ ചേർന്ന് ഓറിയൻ എന്നീ പറയുന്ന കുറെ പിതാക്കൻ, ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് ദൈവവചനം കർശനമായിട്ട് പറഞ്ഞിട്ടും അതിനെ അംഗീകരിക്കാതെ ഇവരെല്ലാം പിതാക്കന്മാരാക്കി വെച്ചിരിക്കുകയാണ്. അന്ന് പറഞ്ഞ പാഷാണ്ഡത പറഞ്ഞ ആൾക്കാരുടെ, അതായത് ഓറിയൻ, തെർത്തുല്യൻ എന്നീ ആൾക്കാരുടേത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സർവശക്തനായ പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായി സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ത്രിയേകത്തിലല്ല ഇവർ വിശ്വസിക്കുന്നത്, തൃത്വത്തിലല്ല വിശ്വസിക്കുന്നത്. എന്നിട്ട് ത്രിയേകത്തിലും തൃത്വത്തിലും വിശ്വസിക്കുന്നവർ എങ്ങനെയാണ് സത്യ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നത്? അതായത് ഒന്നാമത്തെ വലിയൊരു തെറ്റ് അവിടെ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കോമഡി പറഞ്ഞിരിക്കുന്നതാണ്. ഇനി ദൈവത്തിന്റെ ഏകപുത്രന് സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും. അപ്പൊ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് സത്യ ഏക ദൈവം എന്ന് പറഞ്ഞപ്പോ സത്യ ഏക ദൈവത്തിൽ നിന്ന് ഒരാളൂടെ ജനിച്ചു, അല്ലെ? സർവ്വലോകങ്ങൾക്ക് മുമ്പേ ജനിച്ചു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യനും അന്തിനും എന്നാണ് പറഞ്ഞേക്കുന്നത്. അവൻ ജനനമില്ല, മരണമില്ല, ഒന്നും തന്നെ ഇല്ല. അതാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ അവിടെ തന്നെ അതൊരു വലിയ തെറ്റായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും. അതായത് പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും, തൃത്വമല്ല ഏകത്വമുള്ളവൻ എന്നാണ് അവിടെ പറയുന്നത്. സകല സൃഷ്ടികൾക്ക് മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെയാണ്. വിശുദ്ധ കന്യകയെ മറിയമിൽ നിന്ന് ജഡമെടുത്ത് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുഹൃദപ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുന്നവനുമായ യേശു മിശിഹായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. എവിടുന്ന് പുറപ്പെടുന്നു? പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടു. അപ്പൊ എത്ര പേരാണ് അവിടെ? 3-4 പേരായി കഴിഞ്ഞു. നിബിയന്മാർ ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനുള്ള ഏക റൂഹായിലും കാതോലികവും സയ്യുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ കാതോലികം എന്ന വാക്ക് സാർവത്രികം എന്നുള്ള എല്ലാവരെയും കൂട്ടിയാണ് സർവ്വലോകം അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് കാതോലികം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോട്ടെ, ഇനി അടുത്ത പറഞ്ഞ പാപമോചനത്തിലുള്ള മാമോദിസ, അതെന്നെ എടുക്കാൻ പറ്റാത്ത സാംകുട്ടി പാഷ, അതുകൂടെ എടുക്കണം. അത് എടുക്കാതെ എങ്ങനെയാ ഈ പകുതി വെച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പകുതി വെച്ച് നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല. അതുകൂടി എടുക്കണം.
കാരണം അതും എടുക്കണം, കുരിശിനെ ആരാധിക്കണം, ഇതൊക്കെ പറഞ്ഞ് അവര് തന്നെയാ, ആ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. AD 250 ശേഷം വന്ന എല്ലാവിധ പാഷാണ്ഡതകളും അല്ലെങ്കിൽ ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളെല്ലാം തന്നെ ഞാനതിനകത്ത് പറഞ്ഞതാണ്. അപ്പോ എന്നിട്ടും അദ്ദേഹം പറയുകയാണ് ഇതൊക്കെയും എന്താണ്, എന്നിട്ടും അദ്ദേഹം പറയുകയാണ് ഈ പാപമോചനത്തിനുള്ള മാമോദിസം ഒരിക്കൽ മാത്രമുള്ള, അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെയെങ്കിലും എന്താണ് എപ്പിസ്കോപ്പൽ സഭകളെ ഒന്ന് സന്തോഷിപ്പിക്കണം, അവരുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നറിയിക്കുവാൻ വേണ്ടി ആയിരിക്കാം അദ്ദേഹം ഇപ്പോഴിങ്ങനെ ഒരു പ്രസ്താവനയുമായി അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പൊ എപ്പിസ്കോപ്പൽക്കാരൊന്നും അംഗീകരിക്കുന്നില്ല, ബെന്തിക്കോസിന് അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്നുള്ള ഒരു സത്യമാണ്. പാപമോചനത്തിലുള്ള മാമോദിസം ഒന്ന് മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവർ ഉയർപ്പിലും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമീൻ. അതോടെ ചൊല്ലണം, അതോടെ തീർച്ചയായും ചൊല്ലണം സാംകുട്ടി പാസ്റ്ററെ. കാരണം ഇത് മാത്രം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനി എന്ന് പറയാനൊക്കെ തരാം. ഇത് അടിസ്ഥാന വിശ്വാസമാണെങ്കിൽ നിങ്ങൾ ഇതും ചൊല്ലണം. കാരണം ദൈവവചനം അനുസരിക്കുന്ന ഒരാൾക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് അവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു നിക്കിയ അല്ല, ആരോ എന്നോ ഉണ്ടാക്കി വെച്ച ഒരു നിക്കിയ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് യേശു ആരെന്നറിയാത്ത, അതായത് പല പല സഭകളുടെ ഉണ്ട്. അതായത് കത്തോലിക്ക ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, യാക്കോബയുണ്ട്. ജാക്കോബൈറ്റ്, ഓർത്തഡോക്സ് ഇല്ല, യാക്കോബ എന്ന് പറയുന്ന അന്ത്യോക്യ എന്നുള്ള സഭാവിഭാഗമാണ് ഇതിനു വേണ്ടി എന്ത് ചെയ്തത്, നിക്കിയ സുന്നതത്തിൽ വെച്ച് സത്യദൈവത്തിൽ നിന്നും ജനിച്ച സത്യദൈവമാക്കി എന്നാണ് പറയപ്പെടുന്നത്. അതായത് AD നമ്മൾ വായിക്കുമ്പോൾ, നമ്മളവിടെ വായിക്കുമ്പോഴത്തേക്കും അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, AD 325 മനുഷ്യനായ ക്രിസ്തു യേശുവിനെ സത്യദൈവത്തിൽ നിന്നും ജനിച്ച സത്യദൈവമാക്കി. എന്നാൽ AD 362 ഏക സത്യദൈവത്തെ, അതായത് ദ ഓൺലി ട്രൂ ഗോഡ്, അതായത് സാരാംശത്തിൽ 3 വ്യക്തിയാക്കി AD 381 ദൈവത്തിന്റെ ആത്മാവിനെ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട സത്യദൈവമാക്കി. AD 431 മനുഷ്യനായ യേശുവിന്റെ അമ്മയെ ദൈവമാതാവാക്കി. അതുകൂടെ അംഗീകരിക്കണം സാംകുട്ടി പാസ്റ്റർ. ഒരു ചെറിയ കാര്യം മാത്രം അംഗീകരിച്ച പോലെ എല്ലാം അംഗീകരിക്കണം. അംഗീകരിച്ചെങ്കിൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് പൂർണ്ണമായിട്ടും ചെയ്യണ്ടേ. ഒരു ശകലം മാത്രം ചെയ്തതുകൊണ്ട് അതിനകത്ത് പ്രയോജനമില്ല. കാരണം ഞങ്ങൾ കുറച്ച് മാത്രം ചെയ്യും, ബാക്കി ഞങ്ങൾ ചെയ്യത്തില്ല. അപ്പോ അതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളില്ലേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് AD 4 മനുഷ്യനായ യേശുവിന്റെ അമ്മയെ ദൈവമാതാവാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കണം. ബെന്തിക്കോസുകാർക്ക് ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ദൈവം ആരാന്ന് അറിയത്തില്ല. ത്രിയേക ദൈവമാണെന്നും തൃത്വമാണെന്നും അതുപോലെ തന്നെ തൃത്വത്തിന്റെ സന്താനമായ നിക്കിയെ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതായത് AD 409 മനുഷ്യനായ യേശുവിന്റെ അമ്മയെ ദൈവമാതാവാക്കി. AD 409 യേശു വന്ന പാപരഹിതനായ മനുഷ്യൻ, ദൈവം മനുഷ്യനെ സങ്കര പ്രകൃതി ഉള്ളവനാക്കി. അല്ലെ, മനുഷ്യനും ദൈവവും മനുഷ്യനിൽ നിന്നുള്ള സങ്കര പ്രകൃതി ഉള്ളവനാക്കി. അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ദുരുപദേശങ്ങൾ, അതായത് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായി ക്രിസ്തുവിനെ അവഗണിച്ചു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അത്ര മനോഹരമായ ദുരുപദേശമാണ് ഇപ്പോ സാംകുട്ടി പാസ്റ്റർ ഇപ്പോ എടുക്കാൻ പോകുന്നത്. അല്ലെ, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെ, ദൈവവചനം പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഒരു രക്ഷകനേ ഉള്ളൂ. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അടിസ്ഥാന വിശ്വാസം എന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മറ്റൊരുത്തന്റെ രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവും ഇല്ലെന്നാ പറഞ്ഞേക്കുന്നത്. കാരണം നിങ്ങൾക്ക് നിത്യജീവൻ വേണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയേ ഉള്ളൂ. അല്ലാതെ വേറെ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അവിടെ ഇപ്പോൾ സാംകുട്ടി സാർ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണ്, നിക്കിയിൽ വിശ്വസിക്കുന്നു. അല്ലെ, നിക്കിയിൽ. അല്ലെ, നമ്മള് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 15-ാം അധ്യായത്തിലാണ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. 17-ാം അധ്യായത്തില് 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഏക സത്യദൈവമായ നിന്നെ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പൊ നിത്യയാണ് നിത്യജീവൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ബെന്തിക്കോസ് ലോകം അത് ചൊല്ലണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇനിയുള്ള കാര്യങ്ങൾ കുറെ പാഷാണ്ഡതകളിലൂടെയുണ്ട്. അതുകൂടെ എടുത്ത് സാംകുട്ടി പാസ്റ്റർ എന്ത് ചെയ്യണം, അത് സഭയിലുള്ളവരെ പഠിപ്പിക്കണം. കാരണം ദൈവവചനവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വീഡിയോകളായി അദ്ദേഹം ഉന്നയിച്ച പ്രസ്താവനകൾ വളരെ തെറ്റാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.